Good evening, everyone. Welcome to Magic English. Let's start today's session. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ മാജിക് ഇംഗ്ലീഷിലൂടെ കൺവേ ചെയ്യാൻ പോകുന്നത് വാചകങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പ്രാധാന്യം. എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യുന്നത്? നമുക്കൊരു വാക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു വാക്ക് അറിയാം, അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് പലപ്പോഴും അറിയാത്തതുകൊണ്ട് കൃത്യമായിട്ടല്ല നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കുന്നത്. തൊട്ടടുത്തുള്ള ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്നാലും കുറച്ചൊക്കെ സെന്റൻസുകളെ കുറിച്ച് ഒരു ധാരണ നല്ലതാണ്. നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ഒരുപാട് വൊക്കാബുലറി ഇല്ല എന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചിങ്ങനെ നോക്കുമ്പോൾ, പറഞ്ഞു നോക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പദസമ്പത്ത് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾക്ക് അറിയേണ്ടത് ഒരു വാചകത്തിന്റെ ഘടന എന്ന് പറയുന്നത് SVO ആണ്. സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റ് വേണം, ഒരു വേർബ് വേണം, ഒരു ഒബ്ജക്റ്റ് വേണം. അത് മാത്രമല്ല, പല ടൈപ്പ് ഓഫ് സെന്റൻസിന് വ്യത്യസ്ത ഘടനകൾ ഉണ്ടെങ്കിലും ഇംഗ്ലീഷിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് എന്താന്ന് വെച്ചാൽ ആ വാചകത്തിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. അതായത് കർത്താവ് പറയുന്ന ഒരാൾ, ഒരു നാമം അല്ലെ, പേര് വേണം, അല്ലെങ്കിൽ ഒരു നാമം വേണം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് സർവനാമമായിട്ട് ഉപയോഗിക്കുന്ന ഐ യു, ദേവി, ഹി, ഷീറ്റ് പോലത്തെ പ്രോനൗൺസ് വേണ്ടി വരും. അങ്ങനെയൊക്കെ. അതായത് ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും. കർത്താവ് എന്ന് പറയും. യേശു അല്ല, ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്ന ആൾ ആര്, ആ വ്യക്തി ആര്, അല്ലെങ്കിൽ ആ വസ്തു എന്ത്, ആ ജീവി ആര്, അങ്ങനെയൊക്കെ ഇറ്റ്സ് എ നെയിം, ഷുഡ് ബി എ നെയിം, ഒരു പേരായിരിക്കും. അതാണ് സബ്ജക്റ്റ്. പിന്നെ രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് വേർബ് ആണ്. വേർബ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ഷൻ വേർഡ്സ് ആയിട്ട് വരുന്നതാണ് വേർബ്. പിന്നെ എന്തിനെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് കർമ്മം എന്നൊക്കെ പറയും. ഈ ഒരു ഘടനയെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും സാരമില്ല. നമ്മളുടെ ഉള്ളിൽ ഒരുപാട് നൗൺസ് എന്തായാലും ഉണ്ട്. പേരുകൾ നമുക്ക് ഒരുപാട് അറിയാം. ആളുകളുടെ പേരുകൾ അറിയാം, പക്ഷികളുടെ പേരുകൾ അറിയാം, ആനിമൽസിന്റെ പേരുകൾ അറിയാം, വസ്തുക്കളുടെ പേരുകൾ അറിയാം. അത് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് അറിയാം അല്ലെ? അറിയില്ലേ? നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു നോക്കുക. ഒരുപാട് പേരുകൾ നമുക്ക് അറിയാം. പിന്നെയോ, നമുക്ക് ഒരുപാട് ചെയ്യുന്ന പ്രവൃത്തികളും അറിയാം, ആക്ഷൻസും അറിയാം. നടക്കുക, ഓടുക, ചാടുക, ഇരിക്കുക, പുഞ്ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, ഓർക്കുക, മറക്കുക, ഇതൊക്കെയാണ് അല്ലെ? ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കറിയാം. അത് വേർബാണ്. അതായത് പേരുകൾ, നൗൺ നമുക്കറിയാം, അതുപോലെ വേർബ്സും നമുക്കറിയാം. പിന്നെ അതിനെ ഒന്ന് സ്റ്റഡിയാക്കി നിർത്താൻ കുറച്ച് സാധന സാമഗ്രികളൊക്കെ, എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വേണമെന്നേ ഉള്ളൂ. അതാണ് ഈ ഓക്സിലറി വേർബ്, ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ. ചിലതിലൊക്കെ അഡ്ജക്റ്റീവ്സ് ഉണ്ടാകും, ആഡ്വേർബ്സ് ഉണ്ടാകും, ചിലതിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടാകും, ചിലത് ആശ്ചര്യം വരുന്നതാണെങ്കിൽ എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാചകങ്ങൾ വന്നേക്കാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് സെന്റൻസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2-3 എക്സാമ്പിൾസ് പറഞ്ഞ് കേൾപ്പിക്കാം. ഞാൻ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിക്കോ നിങ്ങൾക്കൊന്ന് പറയാൻ പ്രാക്ടീസ് ചെയ്യാം. അത്രേ ഉള്ളൂ. സെന്റൻസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് എന്തറിയാം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. പിന്നെ ചില വാചകങ്ങൾ ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ വേറെ ഞാൻ തരുന്നതല്ലാതെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതല്ലാത്ത ചില വേർബ്സും ചില നൗൺസും വെച്ചിട്ട് നിങ്ങളും വാചകങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായി, സെന്റൻസ് ഫോം ചെയ്യാനുള്ളതിന്റെ ധാരണ കിട്ടുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനൊരു നൗൺ എടുക്കാം. ഡോഗ്, നായ അല്ലെ? DOG, ഡോഗ് എന്ന് പറഞ്ഞാൽ നായ. അത് എന്തിൽ പെടും? നൗൺ ആണ്, പേരാണ്, ഒരു നാമമാണ്. പിന്നെ ഞാനൊരു വേർബ് എടുക്കുന്നത് ബാർക്ക്, BARK, ബാക്ക്, കുരയ്ക്കുക. അപ്പൊ നായ എന്നുള്ള ഒരു പേരും എടുത്തു, കുരയ്ക്കുക എന്നുള്ളൊരു വേർബ് എടുത്തു, ചെയ്യുന്ന പ്രവൃത്തി എടുത്തു അല്ലെ? അപ്പൊ എന്തായി? ഒരു നൗണായി, ഒരു വേർബായി. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള, നമ്മളുടെ ധാരണയിൽ വെച്ചിട്ടുള്ള നമുക്ക് എത്രത്തോളം സെന്റൻസ് അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് വെറുതെ നോക്കാം. അങ്ങനെ ഒരു നൗണും ഒരു വേർബും വെച്ചിട്ട് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഏതൊക്കെയാണ്? ഡോഗ് ഉണ്ട്, ബാർക്ക് ഉണ്ട്. ദ ഡോഗ് ബാർക്സ്. എന്താണ് അർത്ഥം? ഞാൻ അതിനോട് എന്തുമാത്രം ചേർത്തത്? ഒരു ദാന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുത്തു അല്ലെ? ദ ഡോഗ് ബാർക്സ്. ഡോഗ് ഒരാളായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജീവി ആയതുകൊണ്ട് സിംഗുലർ വരുമ്പോ സിംഗിൾ, എസ് ആണ്. സിംഗുലർ വരുമ്പോ എസ്. ഡോഗിന്റെ അവിടെ എസ് കൊണ്ടുപോയിടണം എന്നല്ല, ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു എസ് കൊടുക്കുമ്പോഴാണ് നായ കുരയ്ക്കാറുണ്ട് അല്ലെങ്കിൽ നായ കുരയ്ക്കുന്നു എന്ന അർത്ഥം വരുന്നത്. ദ ഡോഗ് ബാർക്സ്. ദ ഡോഗ് ബാർക്സ്. ഒരു സെന്റൻസ് ആയില്ലേ? ആഹാ, എന്താണ്? നമ്മളിപ്പോ ഡോഗും ബാർക്കും മാത്രമാണ് പിന്നെ ആദ്യം നമുക്കൊരു ഒരു വേർബായിട്ടും ഒരു നൗണായിട്ടും വേർഡ്സ് കിട്ടിയത്. നമ്മൾ അതിനെ കമ്പൈൻ ചെയ്തു, ഒരുമിപ്പിച്ച് ഒരു വാചകമാക്കി. എങ്ങനെയാക്കിയത്?
ദ ഡോഗ് ബാർക്സ്. നായ കുരയ്ക്കുന്നു അല്ലെങ്കിൽ നായ കുരയ്ക്കാറുണ്ട്. നായക്ക് അങ്ങനെ ചെയ്യുന്ന പതിവുണ്ടല്ലോ. ശീലത്തെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന, ശീലത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യൂസേജ് ആണത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നൊക്കെ പറയും. ടെൻസ് വെച്ച് നോക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. ദ ഡോഗ് ബാർക്സ്. കഴിഞ്ഞില്ല. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ഇത് തന്നെ കിടക്കട്ടെ. ഡോഗും ഉണ്ട്, ബാർക്കും ഉണ്ട്. ഇനി എന്താ നമ്മൾ പറയാൻ പോകുന്ന അറിയോ? ഈ ഒരു നായ ഇപ്പൊ ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പൊ എങ്ങനെ നമ്മളെ സെന്റൻസ് ആക്കുക? ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ഒരു ഡോഗ് അല്ലേ? അതുകൊണ്ട് ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. നായ കുരച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനർത്ഥം ഇപ്പൊ ഒരു നായ എങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ദ ഡോഗ് ഇസ് ബാർക്കിംഗ്. ഇപ്പൊ രണ്ട് സെന്റൻസ് ആയി. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് വേർഡ്സ് തന്നുള്ളൂ അല്ലെ? രണ്ട് സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനിയും ഉണ്ട് കേട്ടോ. ഏതാണ്? ദ ഡോഗ് ബാർക്ക്ഡ്. BARKED. ദ ഡോഗ് ബാർക്ക്ഡ്. അർത്ഥം എന്താ അറിയോ? നായ കുരച്ചു. നായ കുരച്ചു എന്നതാണ് ദ ഡോഗ് ബാർക്ക്ഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വരുന്നത്. ദ ഡോഗ് ബാർക്ക്ഡ്. അടുത്തത് നായ, ഞാൻ കുറച്ചു മുമ്പ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നായ കുരച്ചോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയില്ലേ? ഇപ്പൊ അത് കുരയ്ക്കുന്നില്ല. കുറച്ചു മുമ്പ് അത് കുരച്ചോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് ഇത് പറയാം. എങ്ങനെ പറയാൻ അറിയോ? ദ ഡോഗ് വാസ് ബാർക്കിംഗ്. ദ ഡോഗ് വാസ് ബാർക്കിംഗ്. നായ കുരച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുമല്ലോ അല്ലെ? പിന്നെയോ, ദ ഡോഗ് ഹാസ് ബാർക്ക്ഡ്. ദ ഡോഗ് ഹാസ് ബാർക്ക്ഡ്. നായ കുരച്ചിട്ടുണ്ട് എന്നൊരർത്ഥം വരും. നമ്മൾ എന്താണ്, എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. ഡോഗും ബാർക്കും മാത്രമേ നമ്മുടെ കയ്യിലുള്ളായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ ആക്കി? ദ ഡോഗ് ബാർക്സ്. നായ കുരയ്ക്കാറുണ്ട്. ദ ഡോഗ് ഇസ് ബാർക്കിംഗ്. നായ കുരച്ചുകൊണ്ടേയിരിക്കുന്നു. ദ ഡോഗ് വാസ് ബാർക്കിംഗ്. നായ കുരയ്ക്കുകയായിരുന്നു. ദ ഡോഗ് ഹാസ് ബാർക്ക്ഡ്. നായ കുരച്ചിട്ടുണ്ട്. ഇനിയുണ്ട്. ഇനി അതറിയോ? ദ ഡോഗ് വിൽ ബാർക്ക്. ദ ഡോഗ് വിൽ ബാർക്ക് എന്ന് വെച്ചാല് നായ കുരയ്ക്കും. കണ്ടോ? അത് ഫ്യൂച്ചർ ടെൻസിലാ. ദ ഡോഗ് വിൽ ബാർക്ക്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ ടെൻസസ് ആട്ടോ. ഇങ്ങനെ മാത്രമൊന്നും അല്ല പറയാ, പിന്നെയും പല ടൈപ്പിൽ പറയാം. അത് ചോദ്യമാക്കാം, ആശ്ചര്യമുള്ള സെന്റൻസ് ആക്കാം. ഈ നായ കുരയ്ക്കാറുണ്ട് എന്നുള്ളതിനെ മാത്രം വെച്ചിട്ട് വേറെ പലതും എക്സ്ട്രാ ഫിറ്റിങ്സ് നമ്മൾ ചെയ്ത് കൊടുത്താൽ അങ്ങനെ പല പല രീതിക്കും പറയാം. അപ്പൊ നമ്മൾക്ക് അടുത്തതിലേക്ക് പോവാം. നായയും കുരയും മാത്രം പോരല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ നായയും കുരയ്ക്കലും മാത്രം ആയാലും എങ്ങനെയൊക്കെ പറ്റൂ? അങ്ങനെയല്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഒന്ന് രണ്ടെണ്ണം നോക്കാം. പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞ രീതിക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റണതുപോലെ നിങ്ങളൊരു നൗണും വേർബും ചേർത്തിട്ട് പറഞ്ഞു നോക്കാം. ഒരു എക്സാമ്പിളും കൂടെ പറയണത് കേട്ടോളൂ. അടുത്തത് നമുക്ക് ഗേൾ ആയിക്കോട്ടെ. പെൺകുട്ടി ഡാൻസ്. ഗേൾ ഡാൻസ്. ഗേൾ എന്നുള്ളത് എന്താണ്? നൗൺ ആണ്, അതായത് ഒരു പേരാണ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, ആക്ഷൻ ആണ്. ദ ഗേൾ ഡാൻസസ്. കണ്ടോ? ദ ഗേൾ ഡാൻസസ്. പെൺകുട്ടി നൃത്തം ചെയ്യാറുണ്ട് എന്നാണ് വന്നത്. ഓക്കെ, ദ ഗേൾ ഡാൻസസ്. പെൺകുട്ടി നൃത്തം ചെയ്യാറുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അടുത്തത്, ഇനിയിപ്പോ പെൺകുട്ടി ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു ഓൺ ദ സ്പോട്ടിൽ എന്നൊക്കെ പറയത്തില്ലേ, അറ്റ് ദ സെയിം ടൈം ആ സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഈസ് വെച്ചിട്ട് ING കൊടുത്താൽ മതി. നോക്കാം എങ്ങനെയാ. ദ ഗേൾ ഈസ് ഡാൻസിങ്. ദ ഗേൾ ഈസ് ഡാൻസിങ്. പെൺകുട്ടി നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥം വരിക. ദ ഗേൾ ഈസ് ഡാൻസിങ്. ഓക്കെ, ദ ഗേൾ ഡാൻസസ് ആയി. ദ ഗേൾ ഈസ് ഡാൻസിങ് ആയി. പിന്നെയോ, പെൺകുട്ടി നൃത്തം ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിലോ, ദ ഗേൾ ഹാസ് ഡാൻസ്ഡ്. ദ ഗേൾ ഹാസ് ഡാൻസ്ഡ് അങ്ങനെ വരും. ഇനി പെൺകുട്ടി നൃത്തം ചെയ്യും എന്നാണെങ്കിലോ, ഫ്യൂച്ചറിൽ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദ ഗേൾ വിൽ ഡാൻസ്. ദ ഗേൾ വിൽ ഡാൻസ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാട്ടോ. ഇനിയിപ്പോ ടെൻസിലൊന്നും അല്ലാണ്ട് ദ ഗേൾസ് ഡാൻസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പെൺകുട്ടിയുടെ നൃത്തം മനോഹരമാണ്. ആ രീതിക്കും വേണമെങ്കിൽ പറയാം. നൃത്തം ചെയ്യുക എന്നുള്ള വെർബിന് നമ്മൾ എന്താക്കി? നൃത്തം എന്നുള്ള രീതിക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പല രീതിക്കും പറയാം. അല്ലെങ്കിൽ
ഡാൻസ് ഓഫ് ദ ഗേൾ വാസ് സൂപ്പർ അല്ലെ, ആ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ഡാൻസ് എങ്ങനെയായിരുന്നു, ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ എന്നൊക്കെ പറയാം അല്ലെ, അങ്ങനെയൊക്കെ പറയാം. നമുക്ക് പല രീതിക്കും ഒരു നൗണിനെയും വേർബിനെയും ചേർക്കാം. പക്ഷെ ചേർക്കാൻ കുറെ എക്സ്ട്രാ സംഗതികൾ ഉണ്ട് അല്ലെ, ഈസ്, വാസ്, വേർ, ഹാസ്, ഹാഡ്, ING വെച്ചിട്ടുള്ള വേർബ്സ്, ബീൻ, ബീങ്, വില്ല്, ഷോൾ, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയണം. എന്നാലും തൽക്കാലം നമുക്ക് മിനിമം ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പദസമ്പത്ത് കൂടും, സെന്റൻസ് ക്രിയേഷൻ എളുപ്പമാവും. എപ്പോഴും എന്ത് ചെയ്യാ അറിയോ, ഒരു നൗൺ എടുക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു നൗൺ എടുക്കുക, ഒരു പേര്. ആളുകളുടെ പേരാകാം, വസ്തുക്കളുടെ പേരാകാം, മൃഗങ്ങളുടെ പേരാകാം, പക്ഷികളുടെ പേരാകാം, അല്ലെങ്കിൽ പ്രോനൗൺസ് ആകാം. യു, ദേവി, ഹി, ഷീറ്റ് പോലെ പേരിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ, സർവനാമങ്ങളാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലത്തെ വേർഡ്സ് എടുക്കാം. എന്നിട്ട് അടുത്തത് നമ്മളൊരു വെർബ് എടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം സെന്റൻസ് പറയാൻ പറ്റുന്നുണ്ട് നോക്കാം. ഞാൻ ഒന്ന് പറയാം, ഒരു പ്രോനൗണും ഒരു വേർബും കൂടെ വെച്ചിട്ട് ഞാൻ പറയാം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ഇനി ഞാനൊരു വേർബ് എടുക്കുകയാണ്, സിങ്. ഐ എന്നും എടുത്തു, സിങ് എന്നുള്ള ഒരു വേർബും എടുത്തു. ഐ എന്താണ്, നൗൺ ആണ്. സിങ്ങോ വേർബാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ജസ്റ്റ് ലിസൺ, അത്ര മാത്രം. ഐ സിങ്, അത് മാത്രം കൂട്ടിച്ചേർത്താൽ തന്നെ ഒരു സെന്റൻസ് ആയി. എന്റെ അർത്ഥം വരെ അറിയോ, ഞാൻ പാടാറുണ്ട്. ഐ സിങ്, എസ് ഒന്നും ആവശ്യമില്ല. ഐ സിങ്, ഞാൻ പാടാറുണ്ട്. ഇനി ഐ സാങ്, ആ SING എന്നുള്ളതൊരു SANG ആക്കിയാൽ, ഐക്ക് പകരം ഈ ഇട്ട് കൊടുത്താൽ എന്തായി, ഐ സാങ് ആയി. എന്ന് വെച്ചാലോ, ഞാൻ പാടി. ഐ സാങ്, ഞാൻ പാടി. പിന്നെയോ ഐ വിൽ സിങ്, ഞാൻ പാടും. ഐ വിൽ സിങ്, ഞാൻ പാടും. ഐ എം സിംഗിങ്, ഞാൻ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഐ വാസ് സിംഗിങ്, ഞാൻ പാടുകയായിരുന്നു. ഐ ഹാവ് സങ്, ഞാൻ പാടിയിട്ടുണ്ട്. ഐ വിൽ ബി സിംഗിങ്, ഞാൻ പാടുന്നതായിരിക്കും. ഐ വിൽ ഹാവ് ബീൻ സിംഗിങ്, ഞാൻ പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. അർത്ഥമൊക്കെ നോക്കുമ്പോൾ പല പല വിധത്തിലാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സെന്റൻസസും പറയാട്ടോ. ലെറ്റ്സ് ഐ വിൽ സിംഗ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി പാടുന്നതാണ്. ഐ സിംഗ് വെൽ, ഞാൻ നന്നായി പാടാറുണ്ട്. ഐ വിൽ സിംഗ് ലേറ്റർ. ഓക്കെ, ഐ വിൽ സിംഗ് ലേറ്റർ, ഞാൻ പിന്നീട് പാടാം. അങ്ങനെ ഇങ്ങനെ പല പല വിധത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻ യു സിംഗ്, നിനക്ക് പാടാൻ കഴിയോ? ഐ ക്യാൻ സിംഗ്, എനിക്ക് പാടാൻ കഴിയും. എന്റെ ഇടയിൽ ഒരു ക്യാൻ മാത്രം വെച്ചു കൊടുത്തു അല്ലെ, ഐയും സിംഗും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ക്യാൻ സിംഗ്, എനിക്ക് പാടാൻ കഴിയും. ഐ കാൺ സിംഗ്, എനിക്ക് പാടാൻ കഴിയില്ല. ഐ ഡോണ്ട് സിംഗ്, ഞാൻ പാടാറില്ല. ഐ ഡിഡിൻ സിംഗ്, ഞാൻ പാടില്ല, പാടുകയേ ഇല്ല. ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ സെന്റൻസ് ഫോർമേഷനും നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നും. അല്ലെങ്കിൽ അയ്യോ ഇത്രയും ഓർത്ത് വെക്കാൻ പറ്റുമോ, ഇതൊക്കെ ഒരു ബേസിക് ക്ലാസ് ആണോ നിങ്ങൾക്ക് തോന്നും. ദിസ് ഇസ് ഓൺലി ആൻ എക്സാമ്പിൾ. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ ഒരു മോഡൽ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ, ഒരു നൗണും ഒരു വേർബും എടുത്തിട്ട് എത്രത്തോളം സെന്റൻസ് നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ അറിവിന്റെ മേഖലയിൽ നിങ്ങൾക്ക് എത്രത്തോളം ധാരണ ഉണ്ട് സെന്റൻസുകളെ കുറിച്ച്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ അറിയോ, നിങ്ങൾക്ക് ആശ്ചര്യമുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അറിയോ, കമാൻഡ് പറയാൻ അറിയോ, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ അറിയോ, ഇനി അതൊന്നും അല്ലെങ്കിൽ സാധാരണ സ്റ്റേറ്റ്മെന്റ് പോലത്തെ സെന്റൻസുകൾ പറയാൻ അറിയോ, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് കഴിയില്ല, ഇങ്ങനെ പറയാൻ കഴിയോ, എന്നെ കൊണ്ട് പറ്റും, പറ്റില്ല, ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറില്ല, നീ ചെയ്യുമോ, നിനക്ക് ചെയ്തു തരാൻ കഴിയോ, ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ആലോചിക്കുക. ഇതേപോലെ നമ്മൾക്ക് എത്രത്തോളം സെന്റൻസ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, പ്രയാസമുള്ള വേർഡ്സ് പോയിട്ട് എടുക്കരുത്. എപ്പോഴും സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമുള്ള നൗണും എളുപ്പമുള്ള വേർബ്സും അറിയുന്ന നിങ്ങളുടെ അറിവിന്റെ പരിധിയിൽ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. അതുകൊണ്ട് എത്രത്തോളം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു വെറുതെ ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നുണ്ട്. ഇനി പറ്റാതിരിക്കും അമ്മ, നിങ്ങൾക്ക് ചിലത് മലയാളത്തിൽ കിട്ടും, ഇംഗ്ലീഷ് ആക്കാൻ അറിയുന്നില്ല വിചാരിച്ചോളൂ, പക്ഷെ മലയാളത്തിൽ കിട്ടുന്നതൊക്കെ ജസ്റ്റ് അങ്ങനെ എഴുതി വെക്കാം. എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാ പറയാന്നുള്ളത് നിങ്ങൾ ഒരു പഠനവും നടക്കുക. അതിനുശേഷം നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. സാധ്യതകൾ ഒരുപാടാണ് അല്ലെ, ട്രാൻസ്ലേറ്റ് ഉണ്ട്,
ഗൂഗിൾ ഉണ്ട്, ജെമിനി ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, പല പല മെറ്റ AI ഉണ്ട്, പല ടൈപ്പ് ഓഫ് AI ടൂൾസ് ഉണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അല്ലെങ്കിലോ പല AI ടീച്ചേഴ്സ് ഉണ്ട്, നമ്മുടെ മാജിക് ഇംഗ്ലീഷ് ക്ലബ് ഉണ്ട്, പലയിടത്തുണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് മലയാളത്തില് സെന്റൻസ് കിട്ടി, ഇംഗ്ലീഷ് ഒക്കെ കുറെ കിട്ടി, ചിലതൊന്നും കിട്ടിയില്ല, ചിലതൊക്കെ ശരിയാണോ തെറ്റാണോ അറിയില്ല, പക്ഷെ അതൊക്കെ ഒരു പഠനമാണ്. നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ അത് പഠിക്കുകയും ചെയ്യും. നമ്മൾ വേറൊരിടത്തുനിന്ന് ചുമ്മാ സെർച്ച് ചെയ്യുന്നതും നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് വന്ന ഒരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന നൗൺസും വേർബ്സും വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഈസ് ദർ എനിബഡി റെഡി ഫോർ റെസ്പോണ്ടിങ് ആൻഡ് ട്രൈ ടു സ്പീക്ക് സംതിങ് അബൌട്ട് ഇറ്റ്? എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാനൊരു നൗണും വേർബും തരാം. ഞാൻ പറഞ്ഞ അതേപോലത്തെ എല്ലാ സെന്റൻസും പറയണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് 2 or 3 സെന്റൻസ് എങ്കിലും പറയാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. മൈക്ക് ഓൺ ചെയ്തിട്ട് ആര് സംസാരിക്കാൻ റെഡി ആകും? ഹു വിൽ റെഡി? ഇസ് ദർ എനിബഡി റെഡി? ഐ വിൽ ഹെൽപ്പ് യു. നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാനൊരു നൗണും ഒരു വേർബും തരാം. അത് വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. കേട്ടോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒക്കെ ശരിയാണെന്ന് തോന്നും. പക്ഷെ നിങ്ങളിപ്പോ പറയാൻ വേണ്ടി മൈക്ക് ഓൺ ചെയ്താൽ ആ ഒരു ഇനീസിയേഷൻ എടുത്താലുണ്ടല്ലോ, ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ പറയുമ്പോൾ തെറ്റുമായിരിക്കും, ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ ലാഗ് വരും, കൺഫ്യൂഷൻസ് വരും. നോ പ്രോബ്ലം, ഞാൻ കറക്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങളിപ്പോ മിണ്ടാണ്ടിരുന്ന ഒക്കെ മനസ്സിലായി എന്ന് തോന്നും. പക്ഷെ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല, അല്ലെങ്കിൽ മനസ്സിലായതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഇവിടെ തെറ്റിച്ചാൽ പോലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പ്ലീസ് ഓൺ ദ മൈക്ക് ആൻഡ് റെസ്പോണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് വരുന്നുണ്ടല്ലോ. ഹു ഇസ് ഇറ്റ്? ആരാണിത്? I am ready. I am Beena. Oh, wow, Beena, very good, very good. Beena, what are you doing? Are you a homemaker or a teacher or a student or in other profession? I am homemaker. Okay, homemaker ആണ്. എവിടെയാ സ്ഥലം? I am from Ernakulam. Ernakulam. Okay, how did you get our Magic English Club? എവിടുന്നാ ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയത്? I am blind. Oh, are you blind? I Yes. see. Are you totally blind? No, partially blind. Okay, fine, fine. ഏത് വരെ പഠിച്ചിരിക്കണോ? I am studied the +2. Pass. Fine, fine, fine. Okay, do you have children? 2 children. Oh, 2 yeah. Husband? Your husband? What about your husband? Husband Paulos. Paulus, what is he doing? Is he a Businessman. Businessman? Okay, fine. Is he a sighted person? Yes. Oh. He is sighted. Okay, and your children? About your children? Are they girl or boy? Are girls or boys? Your elder one, son or daughter? 2 children. Girl. Oh, 2 girls. Okay, 2 girls. Okay, what are they doing? Are they studying? No. Okay. Worked. What they did? Teachers. Oh, both are teachers. Are they Okay. twins? Are they twins? Yours? No. Oh, okay, fine. Very nice. Nice effort. Nice initiative. Let's start. First Okay. time in the effort. I am first time. Okay, fine. Very good. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാനൊരു നൗണും തരാം, ഒരു വേർബും തരാം. അത് വെച്ചിട്ട് ബീന മാം എന്ത് ചെയ്യാ? ബീന മാമിന്റെ അറിവിന്റെ പരിധി വെച്ചിട്ടുള്ള സെന്റൻസുകൾ വെറുതെ പറഞ്ഞു നോക്കാം കേട്ടോ? ഓക്കെ. അപ്പം ഗേൾസ് ആയിക്കോട്ടെ, കുട്ടികൾ അല്ലെങ്കിൽ വേണ്ട, ചിൽഡ്രൻ കുട്ടികൾ. ചിൽഡ്രൻ എന്നുള്ള നൗണും ഞാൻ തരുന്നു, പ്ലേ എന്നുള്ള വേർബും തരുന്നു. ചിൽഡ്രൻ എന്നും തന്നു, പ്ലേ എന്നും തന്നു.
ഓക്കെ, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. കുട്ടികൾ. ഉം. പ്ലേ കളിക്കുക. ഇനി സെന്റൻസസ് ഉണ്ടാക്കിക്കോളൂ. ചിൽഡ്രൻസ് ആർ പ്ലേയിങ്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇപ്പൊ തിരുത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല. നോ നോ. ഓക്കെ, ചൈൽഡ് കുട്ടികൾക്ക് എല്ലാത്തിനും സാധാരണ യെസ് പറയുമ്പോൾ അത് പ്ലൂരൽ ആവാറാണ് അല്ലെ. ഇപ്പൊ ഗേള് ഗേൾസ് ആണ്, ബോയ് ബോയ്സ് ആണ്, ബേബി ബേബീസ് ആണ്. അങ്ങനെ മിക്കവാറും കാര്യങ്ങൾക്ക് യെസ്ഒ ഇ എസ് ഒക്കെ വരുമ്പോ അത് പ്ലൂരൽ ആവും. പക്ഷെ ചിൽഡ്രന് നമ്മൾ യെസ് ഇട്ട് കൊടുക്കുമ്പോ കുട്ടികളുടെ നമ്മൾ പറയില്ലേ, അപ്പോസ്ട്രോഫി ഒക്കെ ഇട്ടിട്ടില്ല, ആ അർത്ഥം വരിക. കാരണം ചൈൽഡ് ആണ് കുട്ടി, ചിൽഡ്രൻ കുട്ടികളായി, അപ്പൊ പിന്നെ എസ് ആവശ്യമില്ല. ഓക്കെ, നോ നോ. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ താങ്ക് യു. ആർ പ്ലേ. ഇനി പറഞ്ഞോളൂ, ഇനി അതേ സെന്റൻസ് വെച്ച് പറഞ്ഞോളൂ. ആർ പ്ലേ. Are ചിൽഡ്രൻ playing. ആർ Playing. പ്ലേയിങ്. Okay, very good. One sentence is correct. Then ചിൽഡ്രൻ ഹാവ് പ്ലേഡ്. very good, very good. Children ആയതുകൊണ്ട് have ആണ്, ഒന്നിൽ കൂടുതലുണ്ട്. Children have played. കുട്ടികൾ Played. കളിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, 2 സെന്റൻസ് ആയി. ഡിഡ് യു ഹാവ് എ ചിൽഡ്രൻ പ്ലേ? Did you have എന്ന് പറഞ്ഞാൽ കഴിച്ചോ, ഫുഡ് കഴിച്ചോ എന്നാണ് അർത്ഥം വരിക. അതെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് കുട്ടികൾ ഉണ്ടോന്നാണോ? അതെ അതെ. കുട്ടികൾ ഡു യു ഹാവ് എന്ന് വെച്ച് അത് കുട്ടികളുണ്ടോ, കുട്ടികൾ കളിച്ചോന്നാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. Did the children play? Did the children play? Did the children play? Okay, Okay. thank you. Fine. Okay, പിന്നെ എന്താ പറയാ, ഇനി എന്തുണ്ട്? കുട്ടികൾ കളിക്കും എന്ന് പറയാൻ കഴിയോ? കുട്ടികൾ കളിക്കും. എങ്ങനെ പറയാം? Will children play? വില്ലിനെ നമുക്ക് രണ്ടാമതിടാം, നടുക്കഷ്ണാക്കിയാൽ മതി. Children will പ്ലേ. ചിൽഡ്രൻ വിൽ പ്ലേ. കുട്ടികൾ കളിക്കും. ചിൽഡ്രൻ വിൽ പ്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പോ കുട്ടികളോട് പറയാണ്, കുട്ടികളെ നമുക്ക് കളിക്കാം, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ നേരത്തെ പറയാത്ത സെന്റൻസ് ആണ്. ലെറ്റസ് എന്നാണ് തുടങ്ങുക. എങ്ങനെ പറയാം? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കോളൂ. കുട്ടികളെ നമുക്ക് കളിക്കാം. ലെറ്റസ് ചിൽഡ്രൻസ് പ്ലേ. അതൊന്ന് പ്ലേനെ സെന്റർ കിട്ടോളൂ. അപ്പൊ എങ്ങനെയാവും? ലെറ്റ്സ് പ്ലേ ചിൽഡ്രൻസ്. കുട്ടികളെ നമുക്ക് കളിക്കാം. ലെറ്റ്സ് പ്ലേ ചിൽഡ്രൻ. ലെറ്റ്സ് പ്ലേ ഫ്രണ്ട്സ്. ലെറ്റ്സ് പ്ലേ ചിൽഡ്രൻ അല്ലേ? നമുക്ക് കളിക്കാം എന്നുള്ളത് ആദ്യം കൊടുത്തിട്ട് ചിൽഡ്രൻ അവസാനം കൊടുത്താൽ മതി. അല്ലെങ്കിൽ എങ്ങനെ പറയുന്നത് അറിയോ? ചിൽഡ്രൻ ലെറ്റ്സ് പ്ലേ, അങ്ങനെയും പറ്റും. ചിൽഡ്രൻ ലെറ്റ്സ് പ്ലേ. ഫൈൻ ഫൈൻ. ഇനി ബീന മാമിന് എന്തെങ്കിലും കൂടുതൽ സെന്റൻസ് വരുന്നുണ്ടോ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും കിട്ടണില്ല മാം. അല്ല, ഒരു ഐഡിയ ഇതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണയായില്ലേ? ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്താ ചെയ്യണ്ട വെച്ചാല്, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒരു നൗൺ എടുക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര്, പിന്നെ ഒരു ചെയ്യുന്ന പ്രവൃത്തി എടുക്കുക. അത് വെച്ചിട്ട് ബീന മാമിന് എന്തോരം സെന്റൻസ് പറയാൻ പറ്റണുണ്ട് എന്ന് ഇങ്ങനെ വെറുതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ കിട്ടാത്തത് മനസ്സിലായോ? ട്രൈ ചെയ്തതിന് ശേഷം അത് ഇംഗ്ലീഷിലാക്കാൻ നോക്കണം, അതായിരിക്കും നല്ലത്. ആദ്യം അവനവന് കിട്ടുന്ന പോലെയൊക്കെ പറയാം. പൊട്ടത്തെറ്റായാലും ഒരു പ്രശ്നമില്ല. നമ്മൾ പറയുമ്പോ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെയാ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെർച്ച് ചെയ്ത് നോക്കുക. മലയാളത്തിൽ പറയുമ്പോ അതിന്റെ ഇംഗ്ലീഷ് ഇപ്പോ ചാറ്റ് ജിപിടിയിലും ജെമിനിയിലും അങ്ങനെയൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ അറിയോ? കൂടുതലായിട്ട് അതിനകത്ത് കോൺവെർസേഷൻ എന്ന ഭാഗല്ലേ, സംസാരിക്കാനുള്ള ഭാഗം ചാറ്റ് ജിപിടിയിൽ. ട്രാൻസ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് മലയാളം പറഞ്ഞ ഇംഗ്ലീഷ് എല്ലാ ഭാഷയും. അപ്പൊ സിമ്പിളായി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആദ്യം വെറുതെ ഒറ്റയ്ക്ക് ഒരുപാട് പറഞ്ഞു നോക്കുക. പിന്നെ അതിനോട് സംശയം ചോദിക്കുക. ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന സെന്റൻസ് ഉണ്ടാക്കി, ഇത് മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ മലയാളത്തിന് ഇംഗ്ലീഷ് എന്താ, ഇത് മലയാളത്തിൽ ചോദിച്ചാലും മതി. ട്രാൻസ്ലേറ്ററൊക്കെ കുറെയൊക്കെ ഇത് നമ്മുടെ ഇത് തെറ്റിച്ചത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെ അതെ അതെ. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം ഇനി സംസാരിക്കുമ്പോ. ഇപ്പൊ ഇതേ ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, പിന്നെ ഇന്നിപ്പോ നമ്മൾ ആദ്യം എടുത്തത് ചിൽഡ്രനും പ്ലേയും അല്ലേ. ചിൽഡ്രനും പ്ലേയും വെച്ചിട്ട് ഞാൻ കുറച്ച് സെന്റൻസ് പറയാൻ പോവാണ് കേട്ടോ. അത് കേട്ടോളൂ, എന്നിട്ട് അതിനോട് പറയാം. എന്നിട്ട് അതെല്ലാം കേൾക്കുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്ത്, ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരൂ. അതുപോലെ ഇനി ഞാൻ ഈ പറയുന്ന മലയാളത്തിന് ഇംഗ്ലീഷ് എങ്ങനെയാ,
അങ്ങനെ ചോദിച്ചാലും അത് പറഞ്ഞു തരും. അപ്പൊ അതിട്ടൊരു ഇന്ററാക്ഷനും നടക്കും, നമുക്കൊരു കറക്ഷനും നടക്കും. അങ്ങനെ കുറേ വേണ്ട, കുറച്ച് കൂടെ ഉണ്ടാവുമ്പോ ഇടയ്ക്ക് ഇതുപോലെ അതൊരു ഗെയിം പോലെ കരുതിയാൽ മതി. ഇന്ന് ഞാൻ 2 വേർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് സെന്റൻസ് ഉണ്ടാക്കണമെന്നുണ്ട്. എന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ, കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇത് ഈ രീതി പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന മലയാളത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഓക്കെ. മാജിക് കണക്ട് ആകൂ. ഓക്കെ, താങ്ക് യു ബിനോ മാം. ബൈ. ഇനി ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഒന്ന് പയറ്റി നോക്കാം. എനിബഡി? ആരും റെസ്പോണ്ട് ചെയ്ത് കാണുന്നില്ല. അപ്പം എല്ലാവരോടും സെഷൻ ഇവിടെ ലിസൺ ചെയ്യുന്നവരോടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു വേർബും ഒരു നൗണും എടുത്തിട്ട് എത്രത്തോളം വാചകങ്ങൾ നിങ്ങൾക്ക് അത് വെച്ച് കൂട്ടി യോജിപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട്. പല ടൈപ്പ് സെന്റൻസ് ഉണ്ട്, മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എക്സ്ക്ലമേഷൻ പോലത്തത് ഉണ്ടാവും, റിക്വസ്റ്റ് പോലത്തെ ഉണ്ടാകും, കമാൻഡ് പോലത്തെ ഉണ്ടാകും, ക്വസ്റ്റ്യൻ ചോദിക്കണ പോലത്തെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകാം, WH ക്വസ്റ്റ്യൻ ആകാം, അങ്ങനത്തെ ഉണ്ടാകും. വാചകങ്ങൾ ഘടന, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന പോലത്തെ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. വലിയ വലിയ കാര്യങ്ങൾ എടുക്കാതെ ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാജിക് ഇംഗ്ലീഷ് ക്ലബിൽ കണക്ട് ആവുക. AI-യും ജെമിനി പോലത്തതും ട്രാൻസ്ലേറ്റർ ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക ആവശ്യത്തിന്, കേട്ടോ? ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാമല്ലോ. ആൻഡ് കീപ് ഇൻ ടച്ച് വിത്ത് മീ ആൻഡ് മാജിക് ഇംഗ്ലീഷ്. നമുക്ക് അടുത്ത സെഷനുമായിട്ട് ഇടയ്ക്ക് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, ഇടയ്ക്ക് നമ്മുടെ അതിഥികൾ ഉണ്ടാകും. മാക്സിമം സെഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ, ഇതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കേട്ടുമുട്ടാം, കണ്ടുമുട്ടാം. ടേക്ക് എ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് I am Aisha Zahra Fatima. ആരാണ്? Aisha Zahra Fatima. ആയിഷ സഹറ ഫാത്തിമ. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ലക്ഷദ്വീപ്. വാവ്, ലക്ഷദ്വീപ്. അല്ല, താഹമാഷിന്റെ മോളാണോ? മോളാണോ മോനാണോ? മോൾ. മോളാണ്. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞേ? 2. സെക്കൻഡ് സ്റ്റാൻഡേർഡില്. തുടക്കം മുതലേ ഉണ്ടായിരുന്നോ, അതോ ഇടയ്ക്ക് വെച്ച് കയറിയതാണോ? കേട്ടായിരുന്നോ? സെഷൻ കേട്ടായിരുന്നോ? കുറച്ച് കേട്ടു. അയ്യോടാ. ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന കാര്യങ്ങള് പിന്നെ ഒരു തുടക്കം മുതൽ കേട്ടാലാണ് ആ ഒരു ഐഡിയ കിട്ടാൻ. നമ്മുടെ സെഷൻ ഏകദേശം വൈൻഡപ്പ് ആവണം. ഞാനിത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും. അതുപോലെ ഇന്ന് എടുത്ത കാര്യങ്ങൾ ഞാൻ മോൾക്ക് പേഴ്സണലി എന്തായാലും പറഞ്ഞുതരാം. അടുത്ത സെഷൻ മുതൽ ക്ലാസ്സിൽ കണക്ട് ആവുക കേട്ടോ, സമയത്ത്. താങ്ക് യു മാഡം. ഓക്കെ, സെഷനിൽ കയറണേ ഇടയ്ക്ക് എല്ലാ പരമാവധി ദിവസങ്ങളിൽ സമയത്ത് കയറണം. കാരണം കൂടുതൽ ആളുകൾ കണക്ട് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും, കേട്ടോ? ഇത് മോളിപ്പോ ലാസ്റ്റിലേക്ക് വന്നുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് പറ്റുമോ എന്തോ. ഞാനൊന്ന് ചെയ്യിപ്പിച്ച് നോക്കണോ? മോള് റെഡി ആണോ? അപ്പൊ നോക്കാം. പിന്നെ ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ. ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ? ഫാദർ അച്ഛൻ, വാപ്പ അല്ലെ? അച്ഛൻ, വാപ്പ, ഉപ്പ എന്നൊക്കെ പറയും. പിന്നെ പിന്നെന്താ പറയുന്നത്? ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, സ്നേഹം എന്നൊക്കെയാണ്. ഫാദർ, ലവ്, ഈ 2 വാക്കുകൾ ഞാൻ മോൾക്ക് തന്നു. ഇത് വെച്ചിട്ട് പറ്റുന്നത്ര സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് ഇന്ന് ചെയ്യിപ്പിച്ച കാര്യം. പറ്റുമോ? ഫാദർ, ലവ്, ആ 2 വാക്ക് മാത്രം വെച്ചിട്ടെന്നല്ല, ആ 2 വാക്കുകൾ ആ വാചകങ്ങളിൽ വരണം. വേറെയും വാക്കുകൾ കൂട്ടിച്ചേർക്കാം. അങ്ങനെ മോൾക്ക് പറ്റുമോ? സാധിക്കുമോ? I love my father. Wow, very good. I love my father. Very good. പിന്നെ എന്താ മോൾക്ക് പറയാൻ പറ്റിയ? ഫാദറും ലവും വരുന്ന വേറെ സെന്റൻസ് ഏതാ പറയാൻ പറ്റുന്നേ? മോള് ഓക്കെ. ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്. നമുക്ക് ഇതുപോലെ കൂടുതൽ സെന്റൻസസ് ഉണ്ടാക്കാനൊക്കെ പഠിക്കണം കേട്ടോ.
ഗ്രൂപ്പിൽ മെസ്സേജ് മാജിക് ഇംഗ്ലീഷ് ക്ലബിന്റെ ഗ്രൂപ്പിൽ ഷബ്ന മാം എന്ത് ചെയ്യാറുണ്ട്, വോയിസ് നോട്ടിൽ ക്ലാസ് ഇടാറുണ്ട്. അത് കേട്ടിട്ട് അങ്ങനെ പഠിക്കണം. ഇതുപോലെ സൂമിൽ ജോയിൻ ആകണം കേട്ടോ. ഇതിപ്പോ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് മൊമെന്റിലെ ചെറിയ മോളല്ലേ, നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം കേട്ടോ. ഇന്നെടുത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയാ ചെയ്തത്. ഒരു ചെയ്യുന്ന പ്രവൃത്തി ഒരാളുടെ പേരും കൊടുത്തിട്ട് മാക്സിമം അറിയുന്ന സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതായിരുന്നു സെഷൻ. അപ്പൊ മോൾക്ക് കൂടുതൽ സെന്റൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയണ്ടേ, അപ്പോഴല്ലേ പറയാൻ പറ്റുക. അപ്പൊ മോൾക്ക് ഗ്രൂപ്പും ശ്രദ്ധിക്കണം, സെഷനിലും വരണം കേട്ടോ. മോൾക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? മലയാളം അറിയാമോ കൃത്യമായിട്ട്? ലക്ഷദ്വീപിലെ ഏതാ ഭാഷ? ജസരി. ജസരി ഭാഷയാണ്. അത് മലയാളമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. ഉണ്ട് അല്ലേ? അപ്പൊ കേട്ടാലൊക്കെ മനസ്സിലാവും. നമുക്ക് ഇംഗ്ലീഷ് ഇഷ്ടാണോ? അപ്പൊ ഓക്കെ മോളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം കേട്ടോ. ഗ്രൂപ്പ് ശ്രദ്ധിക്കണം. ഗ്രൂപ്പിൽ ഷബ്ന മാം എന്ത് ചെയ്യാറുണ്ട്, വോയിസ് ഇടാറുണ്ട്. അങ്ങനെയും കേട്ട് തുടങ്ങാം. കൂടുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അതും കൂടെ കേട്ട് വരുമ്പോ കൂടുതൽ ക്ലിയർ ആകും. ബൈ. താങ്ക് യു. ബൈ, വെൽക്കം.